സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 85 1-ാം തിരുവചനം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 85-ാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്ന ശേഷം കോരഹുപുത്രന്മാർ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 85-ാം സങ്കീർത്തനം. കോരഹ് ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ ദാസനായ മോശയ്ക്കെതിരെയും സംസാരിച്ച് നശിച്ചു പോയ ഒരു വ്യക്തിയാണ്. എന്നാൽ അത് കണ്ട കോരഹിൻ്റെ പുത്രന്മാർ അനുതപിച്ചു. അവർ ദൈവഭയത്തോടെ, ദൈവഭക്തിയോടെ, ദൈവകൽപ്പനകളനുസരിച്ച് ജീവിച്ചതിൻ്റെ ഫലമായി അവരെ ദൈവം അനുഗ്രഹിച്ചു, ആശീർവദിച്ചു, ദീർഘായുസ്സ് നൽകി അവരെ കാത്തു സൂക്ഷിച്ചു. തുടർന്ന് അവർ ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, ദൈവാലയത്തിലെ ഗായക സംഘ അംഗങ്ങളായി അവർ മാറുകയാണ്. കോരഹുപുത്രന്മാരുടെ 85-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു എന്നാണ്. എപ്പോഴാണ് ഇസ്രായേലിന് അവരുടെ ദേശത്തിലുള്ള ദൈവകടാക്ഷം നഷ്ടപ്പെട്ടത്? അവർ ദൈവം കൊടുത്ത ചട്ടങ്ങൾ, നിയമങ്ങൾ, ന്യായപ്രമാണം ഇതെല്ലാം അവർ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ അവരുടെ ഇടയിലെ കനാന്യരുടെ ജീവിത രീതി തിരഞ്ഞെടുത്തു. കനാന്യരുടെ ജീവിത രീതി വിഗ്രഹ ആരാധനയായിരുന്നു, പരസംഗമായിരുന്നു. അവർ അവരുടെ മക്കളെ പോലും അവരുടെ ബാലിന് ബലി കഴിച്ചു പോന്നു. ഇങ്ങനെയുള്ള കനാന്യരുടെ ജീവിത രീതി പിന്തുടർന്ന ഇസ്രായേൽ ജനത്തെ ദൈവം പല ദേശങ്ങളിലെ രാജാക്കന്മാരെ ഇസ്രായേലിലേക്ക് കൂട്ടിവരുത്തി അവരെ പ്രവാസത്തിലേക്ക് പറഞ്ഞയച്ചു. ദീർഘവർഷങ്ങൾ ഇസ്രായേൽ ജനം പല ദേശങ്ങളിൽ ചിതറപ്പെട്ട് പ്രവാസത്തിലായിരുന്നു. എന്നാൽ അവർ ചിതറിപ്പാർത്ത ഇടങ്ങളിൽ അവർ ദൈവത്തെ ഓർക്കുവാനിടയായി. തങ്ങളുടെ അരിഷ്ടത അവർ ഗ്രഹിച്ചു. തങ്ങളുടെ പാപത്തിൻ്റെ ആഴമാണ്, അഥവാ അവരുടെ പാപത്തിൻ്റെ അനന്തരഫലമായാണ് അവർക്ക് ഈ ദുർഗതി വന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ അനുതപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന, ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നായിരുന്നു. ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ എന്നായിരുന്നു. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട ദൈവം അവർക്ക് പല പ്രവാചകന്മാരെ, പല രക്ഷകന്മാരെ അയച്ച് അവരെ രക്ഷിക്കുവാനിടയായി.
അവർ ഇപ്പോൾ തിരിച്ച് അവരുടെ പ്രദേശത്തിലേക്ക്, അവരുടെ നാട്ടിലേക്ക്, ഇസ്രായേൽ എന്ന ദേശത്തിലേക്ക്, യെരൂശലേമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ട ദൈവകടാക്ഷം തിരിച്ചു ലഭിച്ചിരിക്കുന്നു. നമുക്കും ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം ലഭിക്കുവാൻ ഇസ്രായേൽ ജനത്തെ പോലെ അനുദപിക്കേണ്ടതുണ്ട്. ദൈവഭയത്തിലേക്കും ദൈവഭക്തിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടേണ്ടതുണ്ട്. അതിന് ദൈവം തൻ്റെ ആത്മാവിനാൽ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.